തമിഴ്നാട്ടില് മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഓറ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. എല്ലാവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ ഇത്രയും ആഘോഷിക്കപ്പെട്ട വേറൊന്നുമില്ല. ജോസഫ് വിജയനും അങ്ങനെ ഇരുന്നപ്പോഴേക്കും തിരുവനന്തപുരത്ത് ഗോട്ടിന്റെ ചിത്രീകരണത്തിന് വേണ്ടി വിജയ് സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് ഈ കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്, നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്, സോറി കഴക്കൂട്ടം. അപ്പം ഷൂട്ട് കിടക്കുക. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ എത്തി നോക്കിയപ്പോഴേക്കും പുറത്തേക്കുള്ള എല്ലാ വാതിലുകളിലും വൻ ആൾക്കൂട്ടം. പിന്നെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അകത്തോട്ടൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്നത്. സ്റ്റേഡിയത്തിനകത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. തിരിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിജയ് സാർ വന്നു കഴിഞ്ഞ് ക്യാരവന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആ സെക്യൂരിറ്റി, അന്ന് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ടീമുണ്ട്. അവർ കംപ്ലീറ്റ് ഇന്നോവ കാറുകൾ കംപ്ലീറ്റ് കൊണ്ടും ചുറ്റും അതിനകത്ത് റൗണ്ട് തീർക്കുന്നു. അതിനകത്ത് റൗണ്ട് തീർത്തതിന് ശേഷം പുള്ളി അതിൻ്റെ അകത്തേക്ക് വരുന്നു. വന്നു കഴിഞ്ഞിട്ട് നേരെ എന്നെ വിളിച്ചു. ഞാൻ അകത്തേക്ക് ചെന്നപ്പോഴേക്കും തിരിച്ച് ഭയങ്കര കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എല്ലാം ജഗദീഷ് പറയാനുണ്ട്, നമ്മുടെ പടത്തിന് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഞാനിവിടെ താഴെ നോക്കിയപ്പോഴേക്കും വലിയൊരു സിംഹാസനമൊന്നുമല്ല അവിടെ ഇട്ടേക്കുന്നത്. ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ അത്രയും ഒരു പഴയ 2 കസേരയാണ്, പ്ലാസ്റ്റിക് കസേരയാണ് അവിടെ കിടക്കുന്നത്. അതിൽ തന്നെയാണ് പുള്ളി അവിടെ ഇരിക്കുന്നതും തിരിച്ചിട്ട് തിരുന്നിട്ട്. അല്ല അത്രയും വലിയ സിംഹാസനമൊന്നും അദ്ദേഹത്തിന് കൊണ്ടിട്ടിട്ടുണ്ട്. അദ്ദേഹം സാധാരണക്കാരനെ പോലെ നിന്ന് അതുപോലെ തന്നെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് സംസാരിച്ചത്. തിരിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് എനിക്ക് അപ്പം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു വെക്കാം.